ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വർക്ക് ചെയ്ത് യു പിയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുതിയൊരു ഓഫറും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫറൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ വലിയ വർക്കൊന്നും വരുന്നില്ല, വളരെ സിമ്പിളാണ്. ലൈവായിട്ട് ഞാൻ ഏൺ ചെയ്ത് വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് എങ്ങനെയൊക്കെയാണ് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇനി ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള മണി മേക്കിംഗ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഓൺലൈൻ ജോബ്സ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രം പോരാ, എല്ലാവരും മസ്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ടാസ്ക് ബി എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐ അഗ്രി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. ഇനി താഴെയായിട്ട് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു പേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് മെത്തേഡ്സിൻ്റെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്കൊരു ഓഫർ ഉണ്ടെന്ന്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഹോമിൽ താഴെ രണ്ടാമതായിട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരുപാട് ഗെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ വേറെയും കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് അൺലോക്ക് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഏത് ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ മിഡിലായിട്ട് ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ടാസ്ക് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഏത് ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ചാറ്റ് വിത്ത് എ എന്ന് പറഞ്ഞൊരു ടാസ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ മുമ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ ഒരു ടാസ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. ഇവിടെ താഴെയായിട്ട് രജിസ്ട്രേഷൻ അറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ പറയുക, നിങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഗൗട്ട് അടിക്കുക. അതായത് ആ ഒരു വെബ്സൈറ്റിൽ സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഈ ഒരു ടാസ്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്തവർക്കാണ് കേട്ടോ ഈ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സിമ്പിളാണ്, ജസ്റ്റ് ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ ഐക്കൺ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോണിൽ ഇതുപോലെ എന്താ പറയുക, സൈഡിലായിട്ട് ഓൾ സർവീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ആഡ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് അഡ്വർടൈസിങ് ഐഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ അഡ്വർടൈസിങ് ഐഡി ഒരു 3-4 പ്രാവശ്യം റീസെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ചെയ്യേണ്ടത് എയറോപ്ലെയിൻ മോഡ് 2 പ്രാവശ്യമെങ്കിലും ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് ഈ ഒരു ടാസ്കിൻ്റെ ഇൻ്റർഫേസിലോട്ട് വരാം. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമുക്ക് നോർമലി ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആവുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് വീണ്ടും സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതുവരെ ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത മെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴെയായിട്ട് ആസ്ക് എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ട് സെൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആയിട്ട് എൻ്റർ ചെയ്യുന്നത് ഹൗ ടു ഏൺ മണി ഇൻ ഓൺലൈൻ എന്നാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നതായിരിക്കും. അതിനുശേഷം മസ്റ്റായിട്ട് 2 മിനിറ്റ് നേരം നിങ്ങളിവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ സ്ക്രീൻ ഓഫ് ആവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേറെ ആപ്ലിക്കേഷൻ ഒന്നും ഓപ്പൺ ചെയ്യാനായിട്ട് നിൽക്കരുത്. കറക്റ്റ് ഇവിടെ ആയിട്ട് 2 മിനിറ്റ് നേരം ഓപ്പൺ ചെയ്യുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു കോയിൻസ് ആഡ് ആവുന്നതായിരിക്കും. ഈ ഒരു ടാസ്കിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 300 കോയിൻസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഏകദേശം 2 മിനിറ്റ് നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളെ വാലറ്റിൽ ഇപ്പോൾ 470 കോയിൻസ് ആയിട്ടുണ്ട്. 300 കോയിൻസ് കറക്റ്റായിട്ട് തന്നെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടാസ്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഒരുപാട് ടാസ്ക് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ പുതിയ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്സ് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അതിനുശേഷം മാത്രം ടാസ്കും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണിച്ചു തന്ന ഒരു ടാസ്ക് ഇല്ലേ, ചാറ്റ് വിത്ത് എ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ടാസ്ക് കൂട്ടുകാർക്കൊക്കെ
ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് അതിൻ്റെ ലിങ്ക് തൊട്ട് താഴായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് അവർ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ 120 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടാസ്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് മാത്രമല്ല വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു എ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ അൺലോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഗെയിംസ് ഒക്കെ അൺലോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ ആദ്യം തന്നെ വരുന്നത് ഡെയിലി ലോഗിൻ ആണ്. ആദ്യത്തെ ദിവസം നമുക്ക് ഡെയിലി ലോഗിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത് 5 കോയിൻസ് ആണ് കേട്ടോ. രണ്ടാമത്തെ ദിവസം 10 കോയിൻസ്, മൂന്നാമത്തെ ദിവസം 15, അങ്ങനെ 15ാമത്തെ ദിവസം ആകുമ്പോൾ 100 കോയിൻസ് വരെ ഡെയിലി ലോഗിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡെയിലി ക്ലെയിം ചെയ്തെടുക്കുക. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ടൈപ്പ് റൈറ്റിംഗ് നിറായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം തന്നെ താഴെയായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം ക്ലെയിം റിവാർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 10 കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഡെയിലി 10 പ്രാവശ്യമാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി താഴെയായിട്ട്. അതിനുശേഷം ക്ലെയിം റിവാർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നത് വേർഡ് ഓർഡറിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് അസെൻഡിങ് ഓർഡറിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈമർ ഉണ്ട്. 30 സെക്കൻഡ് ടൈമറാണ് വരുന്നത്. ആ ഒരു ടൈമർ എൻ്റെ മുമ്പ് തന്നെ നിങ്ങളിത് സെലക്ട് ചെയ്യുക. കറക്റ്റ് ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 10 കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ഓപ്ഷൻ വരുന്നതാണ് മൈൻഡ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് ബോംബും കാര്യങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ബോംബിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാസ്ക് ഫെയിൽ ആവുന്നതായിരിക്കും. നേരെ തിരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിൽ കോയിൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒന്നിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ 1 കോയിൻ കിട്ടി. രണ്ടാമത്തേൽ 2 കോയിനാണ് വന്നത്. അതുപോലെ തന്നെ മൂന്നാമത് ക്ലിക്ക് ചെയ്തപ്പോൾ 4 കോയിൻ, പിന്നെയും 2 കോയിനാണ് കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തതിൽ ബോംബ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു ടാസ്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ടോട്ടൽ എത്ര കോയിൻസ് ആണ് കിട്ടിയത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കളക്ട് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോയിൻസ് നമ്മുടെ വാലറ്റിലോട്ട് വരുന്നതായിരിക്കും. ഇനി ഈ ഒരു ഗെയിം നമുക്ക് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ടൈമർ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു ടൈമർ എൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് വരുന്നത് ലക്കി നമ്പർ എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും 2 നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മൾ സെലക്ട് ചെയ്ത നമ്പർ വിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോയിൻസ് ഈ ഒരു കോൺടെസ്റ്റ് എൻഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABCD സോർട്ടിംഗ് എന്നാണ്. അതായത് ഇവിടെ ആയിട്ട് ABCD കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യുക. അതായത് മുകളിലായിട്ട് ടൈമർ പോകുന്നുണ്ട്. ഈ ഒരു ടൈമർ എൻ്റെ മുമ്പ് കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 10 കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഡെയിലി നമുക്ക് 5 പ്രാവശ്യമാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ഇനി ന്യൂമറിക് സോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഹയസ്റ്റ് ടു ലോവസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ടൈമർ ഉണ്ട്. ഈ ഒരു ടൈമർ എൻ്റെ മുമ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. 10 കോയിൻസ് അതിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇത്രയ്ക്ക് ഓപ്ഷൻസ് ആണ് വരുന്നത്. സിമ്പിളാണ്. നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന ടൈമിൽ ഇവിടെ കൊടുത്തുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലേ ചെയ്യുക. ഇനി നമുക്ക് ഇൻട്രോയിൽ പറഞ്ഞ ഒരു ഓഫർ നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ ഹോമിൽ വരാം. ഇവിടെ ആയിട്ട് പ്ലേ ആൻഡ് വിൻ പറഞ്ഞിട്ട് കാണാം. അതായത് നമ്മുടെ പ്ലേ ടൈമിൻ്റെ ഒരു സെക്ഷനാണ്. അവിടെയാണ് പുതിയൊരു ഓഫർ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് 28 തീയതി മുതൽ അടുത്ത മാസം 2 തീയതി വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത്. അതായത് നമ്മൾ സാധാരണ കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്കിൻ്റെ ആ ഒരു കോയിൻസ് ഉണ്ടല്ലോ അത് നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ടാസ്ക് നിങ്ങൾ നോക്കുക. നോർമലി ഈ ഒരു ടാസ്കിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 1900 സംതിങ് കോയിൻസ് ആണ്. ബട്ട് ഈ ഒരു ഓഫറിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് 3000 സംതിങ് കോയിൻസ് ആണ്. 3800 സംതിങ് കോയിൻസ് ആണ്. അപ്പോൾ ഡബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 60 കോയിൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം 38 രൂപ ഈ ഒരു ടാസ്കിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വേറൊരു വർക്കും വരുന്നില്ല. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ലൈവായിട്ട് തന്നെ ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ടാസ്കിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 1900 കോയിൻസ് ആണ്. ഏകദേശം 19 രൂപ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30 കോയിൻസ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓരോ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും പുതിയ ടാസ്ക് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ടാസ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. ഇവിടുന്ന് ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരാം. അതായത് ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷനിൽ വരാം. ഇനി മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മൈ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലായിട്ട് വരുന്നതായിരിക്കും. ഇനി ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീസെൻറ്റ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മെയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ മതി. കറക്റ്റായിട്ട് ആ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ ഇനി ഇവിടെ വേറെ വർക്കൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് എത്ര ടൈം ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രയും ടൈം ഓപ്പൺ ചെയ്യുക. അതിനനുസരിച്ചൊരു കോയിൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മിനിമം 1 മിനിറ്റെങ്കിലും നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് 60 കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ വല്ല വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങൾക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്ക്രീൻ ഓഫ് ആവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ ഒരു കോയിൻസ് ആഡ് ആയെന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 3876 കോയിൻസിൽ നിന്ന് 60 കോയിൻസ് നമ്മൾ ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫുള്ളായി തന്നെ കോയിൻസ് ക്ലെയിം ചെയ്യുക. നിങ്ങൾ എത്ര ടൈം ഓപ്പൺ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ടാസ്കിൽ പറഞ്ഞിട്ടുള്ള 3876 കോയിൻസും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം അവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ടാസ്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ടാസ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നതിന് 38 രൂപയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓഫർ എന്താ പറയുക 2-ാം തീയതി വരെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോയിൻസ് എയിം ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി ഇത് കൂടാതെ ആപ്ലിക്കേഷൻ്റെ ഹോമിൽ കുറച്ച് ഓഫർ വാൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും പബ് സ്കെയിലിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇവിടെയും ഒരുപാട് ടാസ്ക് ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഇതുവരെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത ടാസ്ക് നോക്കി കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാ ടാസ്കിനും സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തുകൊണ്ടും കോയിൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ആയിട്ട് ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാളെ റെഫർ ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്നത് 100 കോയിൻസ് ആണ്. അതിന് വേറെ കണ്ടീഷനൊന്നുമില്ല. നമ്മൾ റെഫർ ചെയ്യുന്ന ആ ഒരു ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്താൽ മാത്രം മതി. ആ ഒരു സ്പോട്ടിൽ തന്നെ കോയിൻസ് നമ്മളെ വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി വിഡ്രോ ചെയ്യാൻ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്ത് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ UPI എൻട്രി ചെയ്തുകൊണ്ടും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേൻ്റെയോ അല്ലെങ്കിൽ ഫോൺ പേൻ്റെയോ QR കോഡ് ഉണ്ടാവില്ലേ, അത് സ്കാൻ ചെയ്ത് നിങ്ങൾ വിഡ്രോ ചെയ്യാം. സ്കാൻ ചെയ്തിട്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ മിനിമം വിഡ്രോയിൽ വരുന്നത് 10 രൂപയാണ്. ഏകദേശം 1000 കോയിൻസ് ആണ്. ഇനി അതുപോലെ തന്നെ UPI എൻട്രി ചെയ്തിട്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് കോയിൻസിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. UPI, ആമസോൺ വാലറ്റ്, അതുപോലെ തന്നെ ഗൂഗിൾ പ്ലേ കാർഡ്. അപ്പോൾ നമ്മൾ UPIയിലോട്ടാണ് വിഡ്രോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 600 കോയിൻസ് റീച്ച് ആകുമ്പോൾ 5 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 5500 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപയും വിഡ്രോ ചേർക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ വാലറ്റിലുള്ളത് 544 കോയിൻസ് ആണ്. അപ്പോൾ 600 കോയിൻസ് വേണം നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷനിൽ നിന്ന് കുറച്ചുകൂടെ കോയിൻസ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഏകദേശം 124 കോയിൻസ് ഈ ഒരു ടാസ്കിൽ നിന്ന് നമ്മൾ ക്ലെയിം ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാലറ്റിൽ 608 കോയിൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇത്രയും കോയിൻസ് ആക്കിയിട്ടുള്ളത്. കുറച്ച് ടൈം കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എമൗണ്ട് ചേഞ്ച് ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്താലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഗൂഗിൾ പേൻ്റെ UPI എൻട്രി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റെഡീം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. ഞാൻ വിഡ്രോ ചെയ്യുന്ന ടൈം നിങ്ങൾ നോക്കുക 3:15 ആണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ലോഡിങ് വന്നിട്ടുണ്ട്. അതിനുശേഷം പേയ്മെൻറ്റ് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കറക്റ്റായിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ റിസീവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും ആപ്ലിക്കേഷൻ്റെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം നിങ്ങൾ നോക്കുക കറക്റ്റ് 3:15 തന്നെ നമുക്ക് പേയ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ നല്ല രീതിയിൽ നിങ്ങൾ കോയിൻസ് ആക്കിയതിന് ശേഷം QR കോഡ് സ്കാൻ ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാസ്കും കാര്യമൊന്നും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.